ഹലോ. അപ്പം ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇപ്പം അനിയത്തിയുടെ മോൻ്റെ കെട്ടുനിറയാണ്. അപ്പം ഞങ്ങൾ അങ്ങനെ നമ്മുടെ 26 മൈലിൽ നിന്ന് ബസ്സിൽ കയറിയേ. യാത്ര തുടങ്ങി. ഞങ്ങൾ 3 പേരും ഉണ്ട്, ചേട്ടൻ വന്നില്ലേ. ഞങ്ങൾ KSRTCക്കാണ് അങ്ങോട്ട് പോകുന്നത്. അപ്പം നമ്മുടെ മുണ്ടക്കയത്ത് അടുക്കാറായിട്ടുണ്ടേ. അപ്പോൾ മുണ്ടക്കയത്ത് ചെന്ന് കുറേ സാധനങ്ങളൊക്കെ വാങ്ങിക്കണമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ടെക്സ്റ്റൈൽസിൽ കയറി. പിള്ളേർക്ക് 1-2 സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു, അതൊക്കെ വാങ്ങിച്ചു. അപ്പം അതിന് ശേഷം എനിക്കൊരു ഷോൾ വാങ്ങിക്കണമായിരുന്നു, അതൊക്കെ ഞങ്ങൾ വാങ്ങിച്ചു. അപ്പം ഭയങ്കര ചൂടായതുകൊണ്ട് നമുക്കൊരു ഫ്രഷ് ലൈമൊക്കെ കുടിക്കാമെന്ന് പറഞ്ഞ് നമ്മളവിടുത്തെ സ്വീറ്റ് ബേക്കറിയിൽ കയറിയിട്ടുണ്ടേ. അപ്പോൾ അവിടെ കയറി 3 ഫ്രഷ് ലൈമും പിള്ളേർക്ക് കിട്ടുന്നറ ആയതുകൊണ്ട് വേറെ ഒന്നും വാങ്ങിച്ച് കഴിച്ചില്ല, നമുക്ക് നോയമ്പുണ്ടല്ലോ. അപ്പോൾ അവിടെ കണ്ടൊരു ഫോട്ടോയാണ് ജഗതിയുടെ, അതൊക്കെ നമ്മളങ്ങ് ചുമ്മാ ഫോട്ടോ എടുത്താണ്. പിന്നെ നമ്മൾ മുണ്ടക്കയത്ത് നിന്ന് കോരത്തോട് ബസ്സിൽ ഇറങ്ങി. നമ്മൾ കോസരിയാണിത്, നമ്മുടെ അയ്യപ്പൻ്റെ അമ്പലമാണ്. ചെറിയൊരു എന്നും വൈകിട്ട് തിരി കത്തിക്കുന്നതാണ് അയ്യപ്പൻ്റെ അവിടെ. ഈ സ്കൂളുണ്ടല്ലോ, ഇതിൽ ഞാൻ 1 മുതൽ 7 വരെ ഈ സ്കൂളിലാണ് പഠിച്ചത്. നമ്മുടെ കോസരി UP സ്കൂളാണത്, മറക്കാൻ പറ്റത്തില്ല. അത് ഞങ്ങളെ അത് വീഡിയോ പിടിച്ച് കാണിച്ചാണ്. ഇത് നമ്മുടെ വീട് എടുക്കറ, അനിയത്തിയുടെ വീട്. ഈ വണ്ടി കിടക്കുന്നതിൻ്റെ ഇതുവഴി കുറച്ചങ്ങ് കയറിയാൽ മതി, നമ്മുടെ വീടായിട്ടുണ്ട്. ഞങ്ങൾ ചെല്ലുമ്പോഴത്തേക്കും നമ്മുടെ പന്തലിൻ്റെ പണിയൊക്കെ എല്ലാവരും ഉണ്ട്, എല്ലാവരും വന്നിട്ടുണ്ട്. ഞങ്ങളാണ് താമസിച്ച് തന്നത്. എല്ലാവരും പണിയിലാണ്. ഇതെൻ്റെ അമ്മ, മൂത്ത ആങ്ങളുടെ മോള്, എല്ലാവരും അടുക്കളയിൽ കറിക്കൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുവാണേ. അപ്പം ഇത് അനിയത്തിയാണേ. അപ്പം ഞങ്ങൾ വെളിയിലോട്ട് ഇറങ്ങി നമ്മുടെ പന്തലിൻ്റെ പണിയൊക്കെ നോക്കിയിരിക്കുക. പിന്നെ കറി വെപ്പും പരിപാടിയൊക്കെ. പിന്നെ 4 മണിയായപ്പോൾ എല്ലാവരും ചായയൊക്കെ എടുത്തു, ചായയൊക്കെ കുടിച്ചു. പിള്ളേരെല്ലാം കുളിക്കാനൊക്കെ ആയിട്ട്. പിന്നെ ഇപ്പം നമുക്ക് കെട്ടുനിറയുടെ സമയമായിട്ട് വരുന്നില്ല. അപ്പം പൂക്കളൊക്കെ പറിക്കണം. അപ്പോൾ ഓരോരുത്തർ കുളിയെല്ലാം കഴിഞ്ഞ് പിള്ളേരെല്ലാം പൂക്കളൊക്കെ പറിച്ചുകൊണ്ട് വന്ന് അതെല്ലാം ഒരുക്കുവാണ്. തുളസി ഇലയും അങ്ങനെ എല്ലാ പൂക്കളും പറിച്ചുകൊണ്ട് വന്നു. അന്നേരത്തിന് നമ്മുടെ തിരുമേനി എത്തിയിട്ടുണ്ടായിരുന്നു കെട്ടുനിറയ്ക്കാനായിട്ട്. അപ്പം ഞങ്ങളിവിടെ കുക്കിങ്ങിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുവാണേ. അപ്പം എല്ലാവരും ഓരോരോ കറികൾ വെക്കുന്ന തിരക്കിലാണ്. പിന്നെ ചേച്ചി, ഇതാണ് മോന്, കന്നിസ്വാമിയാണ് നിൽക്കുന്നത്. അപ്പോൾ എല്ലാവരും കെട്ടുനിറയുടെ സമയമായി. നമുക്ക് 5 കെട്ട് നിറയ്ക്കണമായിരുന്നു. അപ്പോൾ തിരുമേനി അതെല്ലാം നിറച്ച് വെക്കുന്ന സമയമായിക്കൊണ്ടിരിക്കുന്നു പോകാനുള്ള. പിന്നെ എല്ലാവർക്കും ദക്ഷിണയെല്ലാം കൊടുത്ത് എൻ്റെ മോൾക്ക് നെയ്ത്തേങ്ങ നിറയ്ക്കണമായിരുന്നു. 2 പേർക്കും ഉണ്ട്. നെയ്ത്തേങ്ങ നിറയ്ക്കുന്നതും ഒക്കെയാണ്. എൻ്റെ കന്നിസ്വാമിയാണ് ഇരിക്കുന്നത്, പൊന്നുണ്ണിയെ. അപ്പം നമ്മുടെ എല്ലാ സമയങ്ങളും ഇങ്ങനെ പോകാനുള്ള എല്ലാവരും. പിന്നെ കെട്ടുനിറ എല്ലാം കഴിഞ്ഞ് ഭക്ഷണം കഴിപ്പും അതിൻ്റെ ഇതൊക്കെയാണ്. അപ്പോൾ എല്ലാവരും അപ്പം നമ്മുടെ സ്വാമിമാർ 5 ഇറങ്ങാറായിട്ടുണ്ടേ. അപ്പം നമ്മുടെ കന്യാസ്വാമിയാണ് 3 പേരും. അതെ, എൻ്റെ അമ്മയുണ്ടേ. അപ്പോൾ അവർ പന്തൽ ചുറ്റുന്നതാണ് ഇതേ. അപ്പം കന്യാസ്വാമി പൊന്നുണ്ണിയാണ് തലക്കൽ. പിറ്റേ ദിവസമാണത്. രാവിലെ ഞങ്ങൾ പായസമൊക്കെ കുടിക്കുന്നതാണ്. അയ്യപ്പന്മാർ വരാൻ ഒത്തിരി താമസിക്കുമല്ലോ. അപ്പം പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്കത്തെ കാര്യങ്ങളെല്ലാം നോക്കണമായിരുന്നു. ഓരോ പണിയിലാണ്. അപ്പോൾ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു, ഞങ്ങൾ പോയി കഴിച്ചു. അപ്പോൾ ഞങ്ങൾക്ക് തിരിച്ചു പോകേണ്ട സമയമായിരുന്നു. അപ്പോൾ ഞങ്ങൾ തിരിച്ച് കുളപ്പുറത്തേക്ക് പോവുകയാണ് ഇപ്പോഴേ. അപ്പോൾ ഇഷ്ടപ്പെട്ടാലുണ്ടല്ലോ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഓൾ.